UDF-ലേക്ക് പോകുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 10 വർഷമായി UDF പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാകുന്ന ഒന്ന് തന്നെയാണ്. അത് ആ മുന്നണി സംവിധാനത്തിന്റെ നിലനിൽപ്പിനെ പോലും ബാധിക്കുന്ന സാഹചര്യം. 10 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന UDF-ന് അധികാരത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണുന്നത്. നമ്മൾ അതിൻ്റെ ഡേറ്റകളിലേക്കാണ്, UDF-ന്റെ പ്രതീക്ഷകളിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ UDF-ന് മുന്നിൽ ഉള്ള ചോദ്യം എന്നത് അധികാരം തിരിച്ചു പിടിക്കുമോ എന്നത് തന്നെയാണ്. 10 വർഷങ്ങൾക്ക് ശേഷം ഭരണകക്ഷിയായി മാറാൻ UDF-ന് സാധിക്കുമോ എന്നതിനാണ് 2026 ഉത്തരം നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടാകുന്നത്, അങ്ങനെ അധികാരത്തിലേക്ക് എത്താൻ പറ്റിയാൽ ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ പലരും അത്തരം മുഖ്യമന്ത്രി കുപ്പായം തയ്ച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം കണ്ടതുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്കൊക്കെ ചിലരെ ഉയർത്തി കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിട്ട പശ്ചാത്തലമുണ്ട്. പല പേരുകളും നമ്മൾ ആവർത്തിച്ച് കേട്ടു. പക്ഷേ പിന്നീട് സാഹചര്യം മാറി മറിയുന്നു. ടേം വ്യവസ്ഥയിലൊക്കെ മേയർ ആകുന്ന സാഹചര്യം. അതാണ് കോൺഗ്രസിൻ്റെ ഒരു ചരിത്രവും എല്ലായ്പ്പോഴും എന്നതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഗ്രൂപ്പുകൾക്ക് അതീതമായി എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴും ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, അവരെ പിന്തുണയ്ക്കുന്ന ആളുകൾ എന്നത് ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഉള്ളത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നത് VD സതീശനാണ് എങ്കിലും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരുണ്ട്, KC വേണുഗോപാലിനെ പോലെയുള്ളവരുണ്ട്, അടൂർ പ്രകാശിനെ പോലെയുള്ളവരുണ്ട്. നേരത്തെ ന്യൂസ് ടെൻസ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കോൺഗ്രസിനകത്ത് തന്നെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെക്കുന്നവരെ സംബന്ധിച്ച ന്യൂസ് നൽകിയതാണ്. അതുകൊണ്ട് തന്നെ ആരാകും ഇനി മുഖ്യമന്ത്രിയാവുക, അതിനപ്പുറം വീണ്ടും പ്രതിപക്ഷത്ത് തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണോ? അത്തരം ആശങ്കകളും സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഒരു ഭാഗത്ത് ഇടതുമുന്നണിക്ക് ലഭിക്കുന്ന വോട്ടുകൾ, NDAയുടെ വോട്ട് വളർച്ച, ഭൂരിപക്ഷ സമുദായം, ന്യൂനപക്ഷ സമുദായം ഒന്നടങ്കം ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായി വോട്ട് ചെയ്യുമ്പോൾ ആ ഭൂരിപക്ഷ വിഭാഗം ഭിന്നിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുമോ? അങ്ങനെയെങ്കിൽ അത് ഭിന്നിച്ചു പോയാൽ ഏറ്റവും ഒടുവിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്ന പശ്ചാത്തലമാണോ സൃഷ്ടിക്കുക? ഈ സംശയങ്ങളൊന്നും നമുക്ക് തള്ളിക്കളയാനാകില്ല. TG സജിത്ത് ആണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സജിത്ത്, 2026 UDF-നെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഒരുപക്ഷെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഭാവി പോലും അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. എന്താണ് UDF-ന് പ്രതീക്ഷ നൽകുന്ന ഘടകങ്ങൾ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ 2026 ഒരുപക്ഷെ ഏറ്റവും പ്രതീക്ഷയും ആത്മവിശ്വാസവും UDF എന്ന രാഷ്ട്രീയ സംവിധാനത്തിന് തന്നെയായിരിക്കും. തർക്കമില്ല കാര്യത്തിൽ. കാരണം 2026 കഴിഞ്ഞ 10 വർഷങ്ങളായി സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചിന്തകൾ ഒരു മുന്നണിക്ക് അനുകൂലമാണ്. മറ്റൊന്നുമല്ല, കാരണം കഴിഞ്ഞ 2 ടേമുകളിലായി ഇടതുപക്ഷം തന്നെ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ ഭരിക്കുന്നു എന്നതാണ്. പക്ഷേ 2026 വരുമ്പോൾ ചിത്രം മാറുന്നു. കാരണം 2025 അവസാനം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ വിജയം, അത് നൽകുന്ന ആത്മവിശ്വാസം, അത് തന്നെയാണ് UDF-ന് കരുത്താവുന്നത്. തങ്ങളുടെ പ്രചരണ തന്ത്രങ്ങളൊക്കെ ഏശുന്നു, ഒപ്പം അജണ്ട നിശ്ചയിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇതുവരെ അത്തരമൊരു പൊളിറ്റിക്കൽ മജോറിറ്റി, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി മേക്കിങ്ങിൽ UDF കഴിഞ്ഞ 10 വർഷമായി അങ്ങേയറ്റം പിന്നിൽ പോയിരുന്നു എന്നതാണ് സാഹചര്യം. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ അജണ്ടകൾ മാത്രമാണ് ഈ കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ ഇടവേളകളിൽ നമ്മൾ കണ്ടത്. പക്ഷേ അതിനപ്പുറം തങ്ങളുടെ അജണ്ടകൾക്കൊപ്പം ജനങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നതാണ് UDF-ന് നൽകുന്ന ആത്മവിശ്വാസം. രണ്ടാമത്തെ ആത്മവിശ്വാസം അവരുടെ പരമ്പരാഗത മേഖലകളിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞു എന്നതാണ്. UDF എന്ന രാഷ്ട്രീയ സംവിധാനം കേരളത്തിൽ രൂപീകൃതമായപ്പോൾ തന്നെ അതിനോടൊപ്പം പോയ ചില ജാതി മത വിഭാഗങ്ങളുണ്ട്, ചില വോട്ട് ബാങ്കുകളുണ്ട്. അപ്പോൾ അവരൊക്കെ തങ്ങൾക്കൊപ്പം തിരികെ വന്നു എന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടു. ഇതുകൊണ്ടുകൂടിയാണ് 2026 UDF-ന് ഏറെ പ്രതീക്ഷ നൽകുന്നത്. 2026 ആദ്യ 2 മാസത്തിനുള്ളിൽ, 2-3 മാസത്തിനുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നേരത്തെ ഒരുങ്ങുക, നേരത്തെ തയ്യാറെടുക്കുക, സ്ട്രാറ്റജി മേക്കിങ്ങിൽ മുന്നിൽ എത്തുക, ഇങ്ങനെയുള്ള UDF-ന്റെ ചിന്തകൾക്കൊപ്പം തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് അവരുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഇത്തവണ നിയമസഭയിൽ നേരത്തെ ഒരുങ്ങുക UDF തന്നെയാവും. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പ്രതീക്ഷകൾ. രണ്ടാമത് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഇടയിലുണ്ടാവാൻ സാധ്യതയുള്ള ചില തർക്കങ്ങളാണ്. നമ്മൾ കോൺഗ്രസിലും UDF-ലും പതിവായി കാണുന്ന ചില തർക്കങ്ങൾ, സ്ഥാനാർത്ഥി നിർണ്ണയം, സീറ്റ് വിഭജനം, ഇങ്ങനെ വിഷയങ്ങൾ തന്നെ ആദ്യം തർക്കം തുടങ്ങുന്നതാണ്. പക്ഷേ ഇത്തവണ അത് മറികടക്കാനുള്ള ഒരു സൊല്യൂഷൻ കോൺഗ്രസും UDF-ഉം ആലോചിച്ചിട്ടുണ്ട്. സീറ്റ് വിഭജനം നേരത്തെ തന്നെ പൂർത്തിയാകും. ലീഗും കോൺഗ്രസും
കോൺഗ്രസും തമ്മിൽ ചില ജയസാധ്യത അടിസ്ഥാനപ്പെടുത്തി ചില സീറ്റുകളിലെ വെച്ചുമാറലുകൾ ആലോചനയിലുണ്ട്. അതിനുശേഷം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും. പതിവ് മുഖങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് വി ഡി സതീശൻ പങ്കുവെച്ചു കഴിഞ്ഞു. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന കോൺഗ്രസിൻ്റെ പുതിയ നേതൃമുഖത്തിന് വലിയ സ്വാധീനം ഇത്തവണ ഉണ്ടാകുമെന്ന് വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ചില പ്രമുഖരൊക്കെ തന്നെ നിയമസഭയിലും സ്ഥാനാർത്ഥിയാവുന്നത് തള്ളിക്കളഞ്ഞുകൂടാ. അപ്പോൾ നിർണായകമാണ് 2026 യു ഡി എഫിനെ സംബന്ധിച്ച്. അവരെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിൻ്റെ അങ്ങേറ്റത്തെ നിർണായകമാണ് എന്നതിനപ്പുറം ഇത്തവണ അവർക്ക് ഏറെ പ്രതീക്ഷകളുണ്ട് എന്നതുമാണ് സാഹചര്യം. ഇനി രണ്ടാമത്തെ ഘടകം 2026 നിയമസഭയിൽ യു ഡി എഫിന് ഒരു പരാജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഇനി എന്ത് ഭാവി എന്ന ഒരു വലിയ രാഷ്ട്രീയ ചോദ്യം അവർക്ക് മുന്നിലും ഉണ്ടാവുന്നുണ്ട്. ഒരുപക്ഷെ അവർ പ്രതീക്ഷിച്ചതിലും വലിയൊരു വിജയം തദ്ദേശത്തിൽ ഉണ്ടായതോടുകൂടി തന്നെ വലിയ ആത്മവിശ്വാസം യു ഡി എഫ് കേന്ദ്രങ്ങൾക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ തന്ത്രങ്ങളെല്ലാം ഏറ്റു എന്ന ഒരു വലിയ ആത്മവിശ്വാസത്തിലാണ് അവർ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ ഒരുങ്ങുന്നത്. വലിയ പ്രതീക്ഷകളും ആത്മവിശ്വാസവുമാണ് യു ഡി എഫിന് മുന്നിലുള്ളത്. അതേസമയം തിരിച്ചടി വന്നാൽ അത് യു ഡി എഫിനെ എങ്ങനെ ബാധിക്കുമെന്നും പറയാം. അതാണ് സജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതീക്ഷകൾ ഉണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല വി ഡി സതീശൻ തന്നെ പറഞ്ഞത് ഞങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ സ്ട്രാറ്റജി നിശ്ചയിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതിൽ നിന്ന് വ്യതിചലിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല എന്ന് പലപ്പോഴായി പറഞ്ഞിരുന്നു. അത് പ്രകടമാകുന്നു തെരഞ്ഞെടുപ്പ് ഫലത്തിലെന്നാണ്. പക്ഷെ അപ്പോഴും സജിത്ത്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് വിഹിതമൊക്കെ പരിശോധിച്ചാൽ 80 സീറ്റുകളിൽ മറ്റുമാണ് ഈ യു ഡി എഫ് മുന്നിൽ നിൽക്കുന്നത് വോട്ട് വിഹിതത്തിൽ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 140 നിയമസഭാ സീറ്റുകളുണ്ട്, 71 സീറ്റുകളാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത്. അതിൽ നിന്ന് വലിയ മാറ്റമൊന്നുമില്ല 80ലേക്ക് എത്തുമ്പോൾ എന്നതാണല്ലോ സാഹചര്യം. അപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചൊരു പ്രധാന വെല്ലുവിളിയായി നിന്നത് പാലക്കാട്ടെ MLA ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്, ലൈംഗികാരോപണ പരാതിയാണ്. പക്ഷേ അതങ്ങനെ അങ്ങ് പ്രതിഫലിച്ചില്ല എന്ന് തോന്നുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. യു ഡി എഫ് അത്തരം വിഷയങ്ങളെ ഭയക്കുന്നുണ്ടോ? യു ഡി എഫ് തന്നെ ഇനിയിപ്പോൾ ഇടതുപക്ഷം അവരുടെ ക്യാമ്പയിനുകൾ ആരംഭിക്കാൻ പോവുകയാണ്. സംഘടനാ തലത്തിൽ ഇടതുപക്ഷത്തിനോടോ അത്രയും ശക്തിയുള്ള ഒന്നല്ല കോൺഗ്രസ്. പല പ്രതിരോധവും തീർക്കാൻ ഇടതുപക്ഷം തയ്യാറാവുകയാണ്. മാത്രവുമല്ല മുസ്ലിം ലീഗ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷവും മുസ്ലിം ലീഗിന് ചില അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് കോർപ്പറേഷനുകളിലും മറ്റ് മുനിസിപ്പാലിറ്റികളിലുമൊക്കെ ഈ പ്രധാനപ്പെട്ട പദവികൾ നിശ്ചയിച്ചപ്പോൾ വേണ്ടത്ര പരിഗണന ലഭിച്ചിട്ടില്ല ലീഗിന് എന്ന ഒരു പരാതിയുണ്ട്. ഇപ്പോൾ അതിനു പുറമെയാണല്ലോ ഇപ്പോൾ അൻവറിനെ പോലെയുള്ള ആളുകളെ സഹകരിപ്പിക്കുന്ന സാഹചര്യം, അങ്ങനെ ചില സീറ്റ് തർക്കങ്ങൾ. അപ്പോൾ മുന്നണിക്കകത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതിനെ പൂർണ്ണമായും നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ സൈത്ത്? സ്വാഭാവികമാണ് അഭിലാഷ്. യു ഡി എഫിൽ തർക്കങ്ങൾ പതിവാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും അല്ലാതെയും യു ഡി എഫിൽ ആ തർക്കം ഉണ്ടായിട്ടുള്ളതാണ്. മലബാറിൽ കോൺഗ്രസും ലീഗും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കഥകളൊക്കെ നമ്മൾ മുൻകാലങ്ങളിൽ എത്രയോ തവണ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ആ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി തർക്കങ്ങൾ കുറവ്, താരതമ്യേന തർക്കങ്ങൾ കുറവുള്ള ഒരു കാലഘട്ടത്തിലൂടെ യു ഡി എഫ് എന്ന മുന്നണി സംവിധാനം കടന്നു പോകുന്നു എന്നതാണ് യു ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ തർക്കങ്ങൾക്കപ്പുറം അവരുടെ മുന്നണിയിൽ ഒരു ഐക്യമുണ്ടായി എന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് ഹൈലൈറ്റായി ഉയർത്തിക്കാട്ടാനുള്ളത്. തർക്കങ്ങൾ ഞങ്ങളുടെ മുന്നണിയിൽ പതിവാണ് എന്നവർ പറയുമ്പോൾ തന്നെ ഇത്തവണ തർക്കങ്ങൾ കുറവ് എന്നത് അവർക്ക് കാണിക്കാനാവും. ഒപ്പം കോൺഗ്രസും ലീഗും എന്ന രണ്ട് പ്രധാന പാർട്ടികൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ഐക്യം അതൊരു വലിയ സാധ്യതയാണ്. മറ്റു ചെറു പാർട്ടികളെ ഒപ്പം നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ CK ജാനുവിൻ്റെ രാഷ്ട്രീയ പാർട്ടിയെ ഒപ്പം നിർത്തിയത് കൊണ്ട് എന്ത് നേട്ടം യു ഡി എഫിന്, അവരുടെ പാർട്ടിക്ക് എത്ര അണികൾ മണ്ഡലങ്ങളിൽ എന്നൊരു ചോദ്യം സ്വാഭാവികമായി യു ഡി എഫ് നേടുന്നുണ്ട്. പക്ഷേ ആ നീക്കത്തിലൂടെ അവർ മുന്നിൽ കാണുന്നത് CK ജാനു പ്രതിനിധീകരിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ, അല്ലെങ്കിൽ എന്നും കോൺഗ്രസിനെതിരെ യു ഡി എഫിനെതിരെ ശബ്ദമുയർത്തിയിരുന്ന CK ജാനുവിനെ ഒപ്പം നിർത്താൻ കഴിയുന്നത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ നയതന്ത്രമുണ്ട്, രാഷ്ട്രീയ സന്ദേശമുണ്ട്. ആ സന്ദേശം യു ഡി എഫിന് വലിയ രീതിയിൽ പ്രതിധാനമുണ്ടാവും. അതായത് CK ജാനുവും അവരുടെ പാർട്ടിയും യു ഡി എഫിലേക്ക് എത്തുമ്പോൾ സ്വാധീനിക്കപ്പെടുന്നത് മറ്റു തരത്തിലുള്ള വലിയ വിശാലമായൊരു കാഴ്ചപ്പാടുണ്ട്. അതാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത്. അത്തരമുള്ള പ്രചരണ തന്ത്രങ്ങൾ യു ഡി എഫ് ആസൂത്രണം ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇത്തവണ അവരുടെ ഒരു പ്രതീക്ഷ കാണുന്നത്. അപ്പോൾ മുന്നണിയിലെ തർക്കങ്ങൾക്കപ്പുറം ഈ പറഞ്ഞ സാധ്യതകൾ യു ഡി എഫിൻ്റെ ഒരു പൊതു സ്വഭാവം മെച്ചപ്പെടുത്തി എന്നവർ പ്രതീക്ഷ കാണുന്നുണ്ട്. പക്ഷേ ഈ കണക്കുകളിൽ യു ഡി എഫിന് അത്ര കോൺഫിഡൻസ് നൽകാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, തദ്ദേശത്തിൻ്റെ ഇഴകേറി പരിശോധിക്കുമ്പോൾ നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുപ്പിൽ വരുമ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഒരു 80 നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒരു ഐക്യമുണ്ടാകുന്നത്, അതായത് ഒരു മേൽക്കോയ്മ യു ഡി സംസ്ഥാനത്തൊരു യു ഡി എഫിൻ്റെ തരംഗം വീശിയ തെരഞ്ഞെടുപ്പ് എന്ന് വിശേഷിക്കപ്പെടുന്ന തദ്ദേശത്തിൽ പോലും
ഇത്തരം മണ്ഡലങ്ങളിൽ മാത്രമേ ഉണ്ടായതുള്ളൂ എന്നൊരു ചോദ്യം കൂടി യു ഡി എഫിന് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്. അവിടെ ആ കണക്കെടുപ്പിൽ ശ്രദ്ധേയമാവുന്ന ഒരു കാര്യം, നിയമസഭയിലേക്ക് വരുമ്പോൾ ഒരുപക്ഷെ അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോകാനുള്ള സാധ്യത നിയമസഭയിൽ ഉണ്ടായാൽ അത് ഇടതുപക്ഷത്തിന് അവരുടെ നഷ്ടം കുറച്ചേക്കുമോ എന്നൊരു ആശങ്ക ഒരുപക്ഷെ യു ഡി എഫിനെ കാത്തിരിക്കുന്നുണ്ടാവും. അതായത് മുൻകാലങ്ങളിലൊക്കെ നമുക്കറിയാം, ഈ വടക്കേന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ BJP സർക്കാരുകൾക്കെതിരെ വികാരമുണ്ടായിട്ടും ഭരണവിരുദ്ധ വികാരം ഭിന്നിച്ചു പോവുകയും വീണ്ടും അവിടെ ഭരണ തുടർച്ച ഉണ്ടാവുകയും ചെയ്ത സാഹചര്യമുണ്ടായി. അപ്പോൾ നിയമസഭയിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു പ്രശ്നം ഒരുപക്ഷെ യു ഡി എഫിനെ കാത്തിരിക്കാൻ സാധ്യതയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അതേ ചിത്രമാകുമോ എന്നത്. പക്ഷേ യു ഡി എഫിന് മുന്നിൽ ഇപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, അതിശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട്. അങ്ങനെയൊരു വികാരമുള്ളപ്പോൾ അത് നിയമസഭയിൽ പ്രതിഫലിച്ചാൽ അത് പൂർണ്ണമായും ഒരു മുന്നണിക്ക് അനുകൂലമായി പോകാനുള്ള സാധ്യത അത് യു ഡി എഫിന് അനുകൂലമായി വന്നേക്കും എന്നൊരു പ്രതീക്ഷയാണ് യു ഡി എഫിന് നൽകുന്നത്. ഇതാണ് ഈ തർക്കങ്ങൾക്കിടയിലും യു ഡി എഫിന് പ്രതീക്ഷ നൽകുന്ന ചില വോട്ട് കണക്കുകളും രാഷ്ട്രീയ ചിത്രങ്ങളും. പൊതുവിൽ തെരഞ്ഞെടുപ്പോട് അടുത്തു ചെല്ലും തോറും കൂടുതൽ മികച്ച തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും രീതികളും ഉണ്ടാവാൻ കഴിയുന്നു. അതേസമയം ഇടതുപക്ഷമാവട്ടെ ആ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത ആഘാതത്തിൽ നിന്ന് ഒരു ഘട്ടത്തിലും തിരിച്ചുവരവിൻ്റെ ലക്ഷണങ്ങൾ ഇതുവരെ പ്രകടിപ്പിച്ചിട്ടുമില്ല. ആ മുന്നണി സംവിധാനത്തിൽ ആകെ തന്നെ ഒരു ശോകമുഖമായ ഒരു അവസ്ഥ പൊതുവിൽ പ്രകടവുമാണ്. അതേസമയം യു ഡി എഫ് രാഷ്ട്രീയ തന്ത്രങ്ങളും സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള പുതിയ പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ രാഷ്ട്രീയ മേൽക്കോയ്മ യു ഡി എഫ് എന്ന രാഷ്ട്രീയ സംവിധാനത്തിനുണ്ട്. തർക്കങ്ങൾക്കപ്പുറം ഇതുമാത്രം മതി നിയമസഭയിൽ ജയിക്കാൻ എന്നതാണ് യു ഡി എഫിന്റെ കണക്ക്. 2026 തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് കടക്കുമ്പോൾ യു ഡി എഫിന് ആത്മവിശ്വാസം നൽകുന്ന ഒട്ടേറെ ഘടകങ്ങൾ ആണുള്ളത്. അതിലേറ്റവും പ്രധാനം ഭരണവിരുദ്ധ വികാരം. തുടർച്ചയായ 10 വർഷം ശബരിമല കൊള്ള പോലെയുള്ള വിഷയങ്ങൾ, മുന്നണിക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ, PM ശ്രീ പോലെയുള്ള പദ്ധതികളിൽ ഒപ്പിടുമ്പോൾ അത് BJPയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും തമ്മിലുള്ള ധാരണയാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണങ്ങൾ, ഇതെല്ലാം വോട്ടായി മാറുമെന്നും അങ്ങനെ 2026 കേരളത്തിൽ അധികാരത്തിലേറാൻ സാധിക്കും എന്നുമാണ് UDF പ്രതീക്ഷ പുലർത്തുന്നത്. 2025 അവസാനം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ കോർപ്പറേഷനിൽ ഭരണത്തിലേറാൻ BJPക്ക് സാധിച്ചു. അങ്ങനെ ഒരു ചരിത്ര നേട്ടം BJP ആ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ചു. എന്നാൽ BJPയുടെ വോട്ട് വിഹിതം പരിശോധിക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ മൊത്തം ചിത്രത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കാനും സാധിക്കും. ചില പോക്കറ്റുകളിൽ BJPക്ക് കൃത്യമായ ഇടം ലഭിച്ചിട്ടുണ്ട് എന്ന നിരീക്ഷണം BJPക്ക് തന്നെയുണ്ട്. അക്കാര്യങ്ങൾ ന്യൂസ് ടെൻസ് നേരത്തെ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. പ്രത്യേകിച്ച് 34 മണ്ഡലങ്ങളിൽ ആയിരിക്കും BJP ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ വലിയ വിജയപ്രതീക്ഷ പുലർത്തുന്ന 9 മണ്ഡലങ്ങൾ അടക്കം ഞങ്ങൾ ഏത് എന്നത് പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. ഇനി അറിയേണ്ടത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്ര സീറ്റുകൾ നേടാൻ, ഈ 34 മണ്ഡലങ്ങളിൽ എത്ര സീറ്റുകളിൽ വിജയത്തിലേക്ക് എത്താൻ NDAക്ക് സാധിക്കും, BJPക്ക് സാധിക്കും എന്നതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒന്ന്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 25% വോട്ട് വിഹിതം എന്നതായിരുന്നു BJP ലക്ഷ്യം വെച്ചത്. അക്കാര്യം പറഞ്ഞത് മറ്റാരുമല്ല, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ്. എന്നാൽ വോട്ട് കണക്കുകൾ വരുമ്പോൾ അതിനേക്കാൾ ബഹുദൂരം പിന്നിൽ ആണ് BJP. 14% എന്നതിലേക്ക് എത്തി നിൽക്കുന്നു. മറ്റൊന്ന്, ന്യൂനപക്ഷ വോട്ടുകൾ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാണ്, ഭൂരിപക്ഷ വോട്ടുകൾ എപ്പോഴും ചിതറിപ്പോകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ഇടത് വലത് മുന്നണികൾക്ക് തുടർച്ചയായി കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധിക്കുന്നത്. അവിടെ ഈ ഭൂരിപക്ഷ